വിശദമായ വാർത്തയിലേക്കാണ്. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് മരിച്ചത്. വനത്തോട് ചേർന്നുള്ള തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയതായിരുന്നു രാധ. അതിനിടെയാണ് ആക്രമണമുണ്ടായത്. സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. കടുവയെ വെടിവെച്ചു കൊല്ലാൻ വനം വകുപ്പ് ചീഫ് വൈൽഡ് വാർഡൻ ഉത്തരവിട്ടു. വാർത്തയുടെ വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, കടുവയെ പിടികൂടാനുള്ള കൂട് സ്ഥാപിച്ചോ? വിവരങ്ങൾ എങ്ങനെയാണ്? വിവിധ ഇടങ്ങളിൽ കടുവയെ പിടികൂടാനുള്ള കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരച്ചിലും തുടരുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ കൂടുതൽ RRT സംഘത്തെ അവിടെ വിന്യസിച്ചുമാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും കടുവയെ തിരിച്ചറിയാനായി ക്യാമറ ട്രാപ്പുകളുമെല്ലാം അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും ആ രീതിയിൽ കൂടുതൽ ആളുകളെ വിന്യസിച്ച് അല്ലെങ്കിൽ കൂടുതൽ വനംവകുപ്പ് RRT സംഘത്തിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയാണ് വലിയൊരു തെരച്ചിലാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കടുവയെ വളരെ വേഗത്തിൽ തന്നെ പിടികൂടാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. കൂടാതെ ഈ ബന്ദിപ്പൂരിനും വയനാടിനും ഇടയിൽ കൂടുതൽ പെട്രോളിംഗ് നടത്താനുള്ള ഒരു ശ്രമം കൂടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആ മേഖലയിൽ കൂടുതൽ ആളുകളെ വിന്യസിച്ച് തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും നിലവിൽ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം ആദ്യമായി ഉണ്ടാകും. അതിനുശേഷം കൊല്ലാനാണ്, വെടിവെച്ച് കൊല്ലുക എന്നതാണ്, ഇല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നതാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയൊരു സംഘം തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ തയ്യാറായിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത്. മാനന്തവാടി ടൗണിനടുത്തുള്ള പഞ്ചാരക്കൊള്ളി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപമാണ് ഇന്ന് രാവിലെ ഈ കാപ്പിക്കുരു പറിക്കാനായി പോയ രാധയെ കടുവ ആക്രമിക്കുന്നത്. വളരെ ക്രൂരമായ രീതിയിൽ തന്നെയായിരുന്നു രാധയെ കടുവ ആക്രമിക്കുകയായിരുന്നു. കൂടാതെ 100 മീറ്ററോളം രാധയെ വലിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യമുണ്ടായി. തണ്ടർബോൾട്ട് സംഘമാണ്, അവിടെ പട്രോളിങ്ങിനെത്തിയ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മേഖലയിൽ പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം തന്നെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വലിയ വന്യജീവി ആക്രമണം ഉണ്ടായതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം ഉണ്ടാകുന്നു. അവിടെ മന്ത്രി OR കേളു എത്തുന്നു. മന്ത്രിക്കെതിരെയും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. തുടർന്ന് ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നാലെയാണ് വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. കൂടാതെ വളരെ നഷ്ടപരിഹാര തുക വളരെ വേഗത്തിൽ ഇന്ന് തന്നെ നൽകാമെന്നൊരു കാര്യം കൂടി മന്ത്രി പറയുകയുണ്ടായി. ആ രീതിയിൽ വളരെ പണിപ്പെട്ട് ആണ് അവിടുത്തെ പ്രദേശവാസികൾ അല്ലെങ്കിൽ ജനങ്ങളെ ശാന്തരാക്കുന്നത്. എന്തായാലും നിലവിൽ അവിടെ തെരച്ചിൽ തുടരുകയാണ്. കൂടുകൾ സ്ഥാപിച്ചും അതോടൊപ്പം തന്നെ ക്യാമറ ഉപയോഗിച്ചുമെല്ലാം തന്നെ, ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചും എല്ലാം തന്നെ വലിയൊരു തെരച്ചിൽ അവിടെ നടത്തുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഈ കടുവയെ പിടികൂടുക എന്നത് തന്നെയാണ് വനവകുപ്പ് ലക്ഷ്യമിടുന്നത്. എന്തായാലും മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പഞ്ചാരക്കൊല്ലി ഉൾപ്പെടുന്ന ആ മേഖലയിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഇതിന്റെ ചുമതല, അതായത് ഈ കടുവയെ പിടികൂടുന്നതിന്റെ ചുമതല നോർത്ത് വയനാട് DFOയ്ക്കാണ് ഇതിന്റെ മേൽനോട്ട ചുമതലയും നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ അവിടെ കൂടുകൾ സ്ഥാപിച്ചും അതോടൊപ്പം തന്നെ ഈ ഡ്രോണുകളുടെ സഹായത്തോടു എല്ലാം തന്നെ വലിയ ഒരു തെരച്ചിൽ നടത്തുകയാണ്. എന്തായാലും കൂടുതൽ RRT സംഘത്തെ എല്ലാം തന്നെ മേഖലയിൽ വിന്യസിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. വൃന്ദ. ഉണ്ണി, അതോടൊപ്പം തന്നെ മുത്തങ്ങയിൽ നിന്നും കുങ്കി ആനകളെ എത്തിക്കും എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ കുങ്കി ആനകളെ എത്തിച്ചോ? അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി കൂടുതൽ RRT സംഘങ്ങളും എത്തുന്നുണ്ട്. വിവരങ്ങൾ. അപ്പോൾ തീർച്ചയായും നിലവിൽ RRT സംഘത്തെ കൂടുതലായി ആ സംഘത്തിൽ RRT ഉദ്യോഗസ്ഥരെ ആ സംഘത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ വിപുലമായ ഒരു സംഘം തന്നെയാണ് ഈ കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായുള്ളത്. കൂടാതെ ഡോക്ടർ അരുൺ സക്കറിയ, നമുക്കറിയാം, നേരത്തെ തൃശ്ശൂരിൽ ആനയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൃന്ദ സൂചിപ്പിച്ച പോലെ തന്നെ കുങ്കി ആനകളെയും ഈ മേഖലയിലേക്ക് ഉടനെ എത്തിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു സംഘമായി തന്നെയാണ് വനംവകുപ്പ് ഈ ദൗത്യത്തിലേക്ക് വരുന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും കടുവയെ പിടികൂടാനുള്ള ഒരു തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നു. ആ മേഖലയിലാകെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർന്നാണ് തെരച്ചിൽ നടത്തുന്നത്. കൂടാതെ ഈ ബന്ദിപ്പൂർ വയനാട് മേഖലയിലും ഒരു പെട്രോളിംഗ് ഊർജിതമാക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. നോർത്ത് വയനാട് DFOയ്ക്കാണ് ഈ ദൗത്യത്തിന്റെ ചുമതല. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടായി. വലിയ രീതിയിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നൊരു സാഹചര്യം ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആ മേഖല ഉള്ളത്. എന്തായാലും ഈ പ്രതിഷേധത്തെ തുടർന്ന് കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇടുകയായിരുന്നു. എന്തായാലും അതിനുള്ള നടപടികളെല്ലാം തന്നെ തുടരുകയാണ്. എന്തായാലും ആദ്യം കടുവയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടത്തും. പിന്നീട് അതിന് സാധിച്ചില്ലെങ്കിൽ വെടിവെക്കാനാണ് തീരുമാനം. എന്തായാലും ആ രീതിയിൽ തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുകയാണ്. വൃന്ദ.